ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഓണമൊക്കെ എത്താറായി. നമുക്ക് അതിൻ്റെ മുന്നോടിയായിട്ടാണ് നമ്മൾ ഈ 10 ദിവസം അത്ത ഇടുന്നത്. അപ്പം അത്തത്തിൻ്റെ അന്ന് തുടങ്ങി മെനഞ്ഞാന്ന് നമുക്ക് അത്ത ഇട്ടു. അന്നത്തെ അത്തം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നു. രണ്ടാമത്തെ ദിവസത്തെ അത്തം എനിക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റിയില്ല. കാരണം അത് ആ വീഡിയോ എൻ്റെ നിന്ന് ഡിലീറ്റായിപ്പോയി എങ്ങനെയോ. അപ്പോൾ ഇന്ന് മൂന്നാം അത്തമാണ്, അതായത് ചോതി. ഈ കാണുന്ന പൂക്കൾ കൊണ്ട് എൻ്റെ വീട്ടിലുള്ള പുഷ്പങ്ങൾ കൊണ്ട് മാത്രമാണ് ഞാൻ ഈ കുഞ്ഞ് അത്ത ഇടുന്നത് കേട്ടോ. ചാണകമൊക്കെ മുഴുകി രാവിലെ എണീറ്റ് കുളിച്ച് വിളക്കൊക്കെ കത്തിച്ച് ഞാൻ അത്ത ഇടാൻ ആരംഭിക്കുകയാണ്. അപ്പം എൻ്റെ ഈ കുഞ്ഞത്ത എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ അത്തം ഞാൻ ഈ ഇടുന്നതിൻ്റെ ഉദ്ദേശം എൻ്റെ മോനും ഫാമിലിയും ഒക്കെ ഒന്നാം ഓണത്തിൻ്റെ അന്ന് എത്തുള്ളൂ. അപ്പോൾ എൻ്റെ കൊച്ചു മോന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിടുന്നത്. അവൻ കൊച്ചുമോൻ എത്തി, അവൻ കൊച്ചു 2.5 വയസ്സേ ആയിട്ടുള്ളൂ. പക്ഷേ അവൻ എത്തിയിട്ട് അവനെ വിട്ട് ഞാൻ അത്ത ഇടിയിക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അവർ വന്നിട്ട് ഞാൻ കുറേ കൂടി ഭംഗിയായിട്ടൊക്കെ ഇടും. ഇപ്പോൾ ഇന്ന് എൻ്റെ രീതിയിലുള്ള ഇനി കുറച്ച് ദിവസം കൂടി ഞാൻ തന്നെയാണ് എന്നും അത്ത ഇടുന്നത്. തറയിലൊക്കെ ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇടുന്നുണ്ട്. വെളിയിൽ നിന്ന് ഒരു പൂവും പറിച്ചിട്ടില്ല കേട്ടോ. എല്ലാം എൻ്റെ വീട്ടിൽ മുകളിലും താഴെയായിട്ടൊക്കെ നിൽക്കുന്ന പൂക്കളാണ്. ഈ ശംഖുപുഷ്പം എല്ലാം എൻ്റെ ഗേറ്റിൻ്റെ നടയിലൊക്കെ നിൽക്കുന്നതാണ് ഇതൊക്കെ ഇട്ട്. അപ്പം നമുക്ക് പണ്ടൊക്കെ കുട്ടികളൊക്കെ പുഷ്പം ഇടാൻ വേണ്ടി കൂടകളൊക്കെ കൊണ്ടുപോകുന്നുണ്ടല്ലേ പറമ്പുകളിൽ നിന്നൊക്കെ. അങ്ങനത്തെ കൊണ്ടുവന്ന പുഷ്പങ്ങൾ അത്തയിടുമ്പോഴാണ് കുറച്ചും കൂടി ഭംഗിയായി തോന്നുന്നത്. പിന്നെ ഇപ്പോൾ എല്ലാവരും റെഡിമെയ്ഡ് പൂവാണല്ലോ വാങ്ങിക്കുന്ന, വെളിയിൽ നിന്ന് വാങ്ങിച്ച് കൊണ്ടുവന്ന് അത്തയിടും. പക്ഷേ ഞാൻ എൻ്റെ വീട്ടിലെ പുഷ്പങ്ങൾ കൊണ്ടാണ് അത്തയിടുന്നത്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് എനിക്ക് ലൈക്ക് ചെയ്യണം കേട്ടോ. ഞാൻ ഈ ഇടുന്ന അത്തം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഏകദേശം എൻ്റെ അത്തം ഫിനിഷായി. ഞാൻ പെട്ടെന്ന് ഇട്ടതാണ്. പിന്നെ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. വീഡിയോ ഒന്ന് സ്പീഡ് കാണാം, അല്ലെങ്കിൽ ഒരുപാടാകുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം എടുക്കും. അതുകൊണ്ട് ഞാൻ ഒന്ന് സ്പീഡ് അപ്പ് ഇതാണ് വിട്ടിട്ടുള്ളത്. എങ്ങനെയുണ്ട്? ഭംഗിയില്ലേ? അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെടുമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. നമുക്കൊന്ന് പെട്ടെന്നൊന്ന് ഫിനിഷ് ചെയ്യാം കേട്ടോ. അപ്പം എൻ്റെ അത്ത ഫിനിഷായി, പൂക്കളം ക്ലിയറായി. ഉള്ള പൂക്കൾ കൊണ്ട് ഒരുവിധം ഭംഗിയായിട്ട് ഞാൻ അത്ത ഇട്ട് കഴിഞ്ഞു. ഇനി നാളെ വേറൊരു മോഡലിലെ അത്തമായിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ. എല്ലാവർക്കും ഇഷ്ടമായല്ലോ. അപ്പോൾ നാളെ കാണാം. ഓക്കെ, ബൈ.